ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗി 5-ാം അധ്യായം 13-ാം വാക്യം. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത് തന്നെ. ഒരിടത്ത് വലിയ ധനവാനായ ഒരു പ്രഭു ഉണ്ടായിരുന്നു. അയാൾക്ക് വളരെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥനും. ഒരിക്കൽ ഈ പ്രഭു കാര്യസ്ഥനോട് ചോദിച്ചു, നമ്മുടെ നിക്ഷേപങ്ങൾ നീ കണ്ടിട്ടുണ്ടോ? കാര്യസ്ഥൻ പറഞ്ഞു, ഇല്ലല്ലോ. പ്രഭു അവനെയും കൂട്ടി നിധികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറയിലേക്ക് പോയി. തൻ്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് ആ അറ തുറന്ന് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങളെല്ലാം ആ കാര്യസ്ഥനെ കാണിച്ചു. ധാരാളം സ്വർണ്ണക്കട്ടികളും രത്നങ്ങളും വജ്രങ്ങളും മറ്റ് എണ്ണമറ്റ നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. പ്രഭു ഓരോന്നായി എല്ലാം അവന് കാട്ടിക്കൊടുത്തു. അവസാനം അവർ അറ പൂട്ടി പുറത്തു വന്നു. പ്രഭു ചോദിച്ചു, എങ്ങനെയുണ്ട്? കാര്യസ്ഥൻ പറഞ്ഞു, കൊള്ളാം, വളരെ കേമമായിരിക്കുന്നു. എങ്കിലും പ്രഭു ചോദിച്ചു, എന്താണ് നീ പറയുവാൻ വന്നത്? പൂർത്തിയാക്കാതെ നിർത്തിയത്? കാര്യസ്ഥൻ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പ്രഭു പറഞ്ഞു, അങ്ങനെയല്ല, നിനക്കെന്തോ പറയുവാനുണ്ടല്ലോ, പറയൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം. പ്രഭു ചോദിച്ചു, എന്താ, നിനക്കിതൊക്കെ ഇല്ലല്ലോ എന്നുള്ള സങ്കടമാണോ? അവൻ പറഞ്ഞു, അല്ല, പിന്നെ എന്താണ്? കാര്യസ്ഥൻ പറഞ്ഞു, ഈ വലിയ നിക്ഷേപമെല്ലാം അങ്ങയുടേതാണല്ലോ. അതെ, പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഞാൻ കണ്ടു. പ്രഭു ചോദിച്ചു, അതെന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? കാര്യസ്ഥൻ പറഞ്ഞു, ഇതെല്ലാം അങ്ങ് സമ്പാദിച്ചതായിട്ടും എല്ലാം അങ്ങയുടേതായിട്ടും ഞാൻ കണ്ടതുപോലെ അങ്ങേക്കും ഇത് കാണുവാൻ മാത്രമേ കഴിയുള്ളല്ലോ എന്നാണ് എൻ്റെ സങ്കടം. എന്തെല്ലാം സമ്പാദ്യങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നാലും അവയൊക്കെ കാണുവാനല്ലാതെ എന്ത് ചെയ്യുവാൻ കഴിയും? എത്രമാത്രം പാടുപെട്ടും ഒരുപക്ഷെ മുൻ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുത്തിയുമായിരിക്കും പുതിയ സമ്പാദ്യങ്ങൾ സ്വരൂപിക്കുന്നത്. രത്നം, വജ്രം, സ്വർണം തുടങ്ങിയവ സ്വരൂപിക്കുന്നതിന് ധാരാളം പണം മുടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ സ്വരൂപിക്കുന്നവർക്ക് ഇവ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? ഇങ്ങനെ സ്വരൂപിക്കുന്നതൊന്നും നഷ്ടപ്പെടുത്തുവാനോ വിറ്റുകളയുവാനോ അല്ലല്ലോ. എല്ലാം ശേഖരിച്ച് വയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? വല്ലപ്പോഴും അറ തുറന്ന് ഒന്ന് കാണാം, അത്രമാത്രം. പണമായി ബാങ്കിലുള്ള നിക്ഷേപങ്ങളെങ്കിൽ ആവശ്യ സമയത്ത് അത് പ്രയോജനപ്പെട്ടേക്കാം. ചിലപ്പോൾ അതും പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നും വരാം. എന്നാൽ മറ്റു നിക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ പ്രയോജനരഹിതമല്ലേ? മാത്രമല്ല, ചിലപ്പോൾ ജീവഹാനിക്ക് കാരണമായി എന്നും വന്നേക്കാം. എന്നാൽ ഈ ലോകത്തിൽ ദാരിദ്ര്യം കാരണം ജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവയില്ലാതെ വിഷമിക്കുന്നവർ. നമ്മുടെ ഇമാതിരി സമ്പാദ്യങ്ങൾ അവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ എത്ര വലിയ അനുഗ്രഹമായിരുന്നു. നമ്മുടെ സമ്പാദ്യങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ. അതിനായി നമുക്ക് സമർപ്പിതരാവാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ ധനത്തിൽ ഒരിക്കലും ഞങ്ങൾ ആശ്രയിക്കുവാനിടയാകരുത്. അങ്ങയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് സന്തോഷത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.